ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. പണ്ട് കാലം മുതൽ ജനങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു ഷെയറിംഗ് സാമ്പത്തിക സംവിധാനമായിരുന്നു ചിട്ടികൾ എന്ന് പറയുന്നത്. പണം ഉപയോഗിച്ച് മാത്രമല്ല ചിട്ടികൾ നടത്തിയിരുന്നത്. നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ട നമ്മുടെ അപ്പാപ്പന്മാരോടും അമ്മമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ചിട്ടികൾ പല വിധത്തിലുണ്ടായിരുന്നു. ഞങ്ങളതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് പലതരത്തിലുള്ള ചിട്ടികളുണ്ട്. അതായത് അരിക്ക് വേണ്ടിയിട്ടുള്ള ചിട്ടി, അതുപോലെ നെല്ലിന് വേണ്ടിയിട്ടുള്ള ചിട്ടി എന്നിങ്ങനെ ഈ കാർഷിക കൂട്ടായ്മകളിൽ ഈ അഗ്രികൾച്ചർ ക്രോപ്പിനെയൊക്കെ ബേസ് ചെയ്തിട്ട് പലതരത്തിലുള്ള ചിട്ടികൾ അന്നത്തെ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ സാമ്പത്തിക ചുറ്റുപാടിൽ ഒരു അത്യാവശ്യം വേണ്ട ഒരു സാമ്പത്തിക ഒരു ക്രയവിക്രയ സംവിധാനമായിരുന്നു ചിട്ടികൾ എന്ന് പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ സാധാരണക്കാർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലായിരുന്ന ചിട്ടിയുടെ കണക്കുകളും കാൽക്കുലേഷൻസും അതുപോലെ ലാഭവും നഷ്ടമല്ല. മാത്രമല്ല അന്നത്തെ കാലത്ത് ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും, അതായത് സ്റ്റോക്ക് മാർക്കറ്റോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സോ അല്ലെങ്കിൽ ബാങ്കുകളോ ഇതൊന്നും അത്ര സുപരിചിതമല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പം എന്നാൽ പണ്ടത്തെ ആ ഒരു ഷെയറിംഗ് സമ്പ്രദായത്തിൽ നിന്ന് ഇന്ന് നമ്മൾ കാണുന്ന വലിയ ഒരു സംവിധാനത്തിലേക്ക് ചിട്ടി എന്ന ആ ഒരു സംവിധാനം മാറ്റപ്പെട്ടു. അത് വലിയൊരു മാറ്റം സംഭവിച്ചു. അതുപോലെ തന്നെയാണ് ഈ ചിട്ടിയുടെ ലാഭനഷ്ട കണക്കുകളും അതും മാറി മറിഞ്ഞു, ഭയങ്കരമായിട്ട് വലുതാവുകയും ചെയ്തു. ഇപ്പോൾ ചിട്ടി എങ്ങനെ ഇന്നത്തെ കാലത്ത് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് അറിയാത്ത ഒരുപാട് ആളുകളും ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ചിട്ടിയെ പറ്റിയിട്ടാണ്. 4 വിഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് എന്താണ് ചിട്ടികൾ എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരിക. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകളും അതുപോലെ ബിസിനസ്സുകാരും ഈ ചിട്ടീനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു വിഭാഗം. മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ ചിട്ടിയുടെ ഒരു കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ അതിലൊരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു വിഭാഗം. പിന്നെ നമുക്ക് ലോണായിട്ട് നമുക്ക് ചിട്ടിന് ഉപയോഗിക്കാമോ, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ചിട്ടിന് ഉപയോഗിക്കാമോ എന്നുള്ളതാണ് അടുത്തൊരു ഭാഗം. നാലാമതായിട്ട് നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം, അതായത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ ഒരു ചിട്ടി വേണോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണോ എന്ന് എങ്ങനെ തീരുമാനം എടുക്കും? ചിട്ടി നല്ലതാണോ ചീത്തയാണോ നമുക്കറിയില്ല. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു കൺക്ലൂഷനോട് കൂടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ചിട്ടീനെ പറ്റിയിട്ടും പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ടും കാണുക. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ, താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളത് നോട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഈ ചിട്ടീനെ പറ്റിയിട്ടുള്ള ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്കും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യണം. Welcome to our channel, The Money Contrarians, powered by Homes Financial Services Private Limited. നമുക്ക് ഇനി ചിട്ടി എന്നാൽ എന്താണെന്നുള്ളത്, എന്താണ് അതിൻ്റെ ബേസിക്സ് നമുക്ക് നോക്കാം. ചിട്ടി എന്ന് പറയുന്നത് എന്താണ്? ഒരു ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഒരു സേവിങ് സമ്പ്രദായമാണ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചേർന്ന് ഒരു നിശ്ചിതമായ തുക ഒരു നിശ്ചിതമായ ഡേറ്റിൽ എന്ത് ചെയ്യും, സേവ് ചെയ്ത് അത് പൊതുവായിട്ട് എല്ലാവരും തിരിച്ചെടുക്കുന്ന ഒരു സംവിധാനത്തിനാണ് നമ്മൾ ചിട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരു 10 ആളുകൾ അവർ ഒരു ചിട്ടി ആരംഭിക്കുന്നു. അപ്പോൾ 10 പേര് കൂടിയിട്ട് 1000 രൂപ വീതം ഒരു 10 മാസം ആ കാലയളവിലേക്ക് അവർ സേവ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ നിന്നും എല്ലാ മാസവും നറുക്കിട്ട് ഇങ്ങനെ 10 മാസവും ഓരോരുത്തർക്ക് ആ മൊത്തം തുക ലഭിക്കുന്ന ഒരു സമ്പ്രദായത്തെയാണ് സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ ചിട്ടി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കുന്നത് എത്ര തരം ചിട്ടികളുണ്ടെന്നുള്ളതാണ്. പലതരത്തിലുള്ള ചിട്ടികളുണ്ട്. സാധാരണ രീതിയിൽ പറഞ്ഞാൽ പലതരം ചിട്ടികൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഗവൺമെൻറ് സംവിധാനത്തിലുള്ള ചിട്ടി നമുക്കറിയാം, KSFE അതൊരു ഗവൺമെൻറ് സംവിധാനത്തിലുള്ള ചിട്ടിയാണ്. അപ്പോൾ അത് കൂടാതെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ നടത്തുന്ന ചിട്ടികളുണ്ട്. അതുപോലെ മറ്റു പല പല ഗ്രൂപ്പുകൾ, അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ നടത്തുന്ന ചിട്ടികളുണ്ട്. വ്യക്തികൾ നടത്തുന്ന പലതരം ചിട്ടികളുണ്ട്. അതുപോലെ മറ്റ് സ്വകാര്യ ട്രസ്റ്റുകൾ അവർ നടത്തുന്ന ചിട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തരം ചിട്ടികൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അതായത് ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു സമ്പ്രദായമാണ് ചിട്ടി എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് ഈ ചിട്ടി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ലാഭവും നഷ്ടവും ഒക്കെ കണക്കാക്കേണ്ടത്, ഇതെങ്ങനെ ഒരു ചിട്ടിയിൽ നമ്മൾ മെമ്പറായി കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നോക്കാം. ഇപ്പോൾ നമ്മളൊരു ചിട്ടിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അതിനൊരു നടത്തിപ്പുകാരൻ ഉണ്ടാവും, അത് ചിട്ടി മാനേജ് ചെയ്യും, അത് നടത്തി കൊണ്ടുപോയത് കോർഡിനേറ്റ് ചെയ്യും ചെയ്യുന്ന ഒരാളുണ്ടാവും. രണ്ടാമത്തെന്ന് പറയുന്നത് എന്താണ്? ആ ചിട്ടിയിൽ പണം കൊടുക്കുന്ന മെമ്പേഴ്സാണ്, അതായത് അതിൻ്റെ പണം കൊടുക്കുന്ന മെമ്പേഴ്സ് ഉണ്ടാവും രണ്ടാമത്തെ ആൾക്കാർ. മൂന്നാമെന്ന് പറയുന്നത് ആ ഒരു ചിട്ടിക്ക് ഒരു കാലാവധി ഉണ്ടാവും, ഒരു ടെന്യൂർ ഉണ്ടാവും. നാലാമത് ആ ചിട്ടിക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ഉണ്ടാവും. പിന്നെ അടുത്തൊരു കാര്യമാണ്, അഞ്ചാമത്തെ ഒരു കാര്യമാണ് ആ ചിട്ടിയുടെ ഒരു സ്ഥലം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു മൊത്തം കിട്ടേണ്ട ഒരു തുക എന്ന് പറയുന്നത്. ഇപ്പോൾ X എന്ന് പറയുന്ന ഒരാളാണ് ആ ചിട്ടിയുടെ നടത്തിപ്പുകാരൻ എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് അയാളുടെ ലാഭം എന്നുള്ളത്? അതായത് ആ ചിട്ടിയുടെ ഒരു സ്ഥല എമൗണ്ട് ഉണ്ടാവും, അതിൻ്റെ
ഒരു 5% അയാളുടെ ലാഭം എന്ന് വിചാരിക്കുക. അപ്പോൾ ആ മൊത്തം കിട്ടുന്ന എമൗണ്ടിൻ്റെ ഒരു നിശ്ചിത ശതമാനമാണ് ആ ചിട്ടി നടത്തിപ്പുകാരൻ്റെ ലാഭം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മെമ്പേഴ്സിൻ്റെ എണ്ണം ഒരു 50 പേരുള്ള ഒരു ചിട്ടി എന്ന് വിചാരിക്കുക. അതിൻ്റെ ഒരു കാലാവധിയായിട്ട് 50 മാസമാണ് അതിൻ്റെ കാലാവധി. അതായത് ഒരു എക്സ് എന്ന് പറയുന്ന ഒരാൾ നടത്തുന്ന ഒരു ചിട്ടിയിൽ നമുക്ക് ഏകദേശം ഒരു 50 മാസത്തേക്ക് 50 പേര് അതിലേക്ക് ഇൻസ്റ്റാൾമെൻറ്റ്സ് അടയ്ക്കുന്നു. ഒരു 1000 രൂപ വെച്ച് അതിലേക്ക് അടയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ 50 × 1000 50,000 രൂപയാണ് അതിൻ്റെ ടോട്ടൽ ഒരു ചിട്ടിയുടെ ഒരു എമൗണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം. ഇനി നമുക്ക് നോക്കാം. അതായത് ജനുവരി മാസം 2025 ആ ചിട്ടി ആരംഭിക്കുകയാണ്. അതായത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളും ഓക്കെ ആയിട്ട് ജനുവരി മാസം ആ ചിട്ടി തുടങ്ങിയാണ്. അപ്പോൾ ജനുവരി മാസത്തിൽ എത്ര എമൗണ്ട് കിട്ടി? 50 പേര് വെച്ച് 1000 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 50,000 രൂപ ആ ചിട്ടി നടത്തുന്ന ആൾക്ക് കിട്ടി. അപ്പോൾ ആ 50,000 വന്നു കഴിഞ്ഞപ്പോൾ ആ ദിവസം എന്താണ്, ആ 50 പേര് ഉള്ള ആ ഗ്രൂപ്പിൽ അന്ന് 3, 4 അല്ലെങ്കിൽ 5 പേര് ആവശ്യക്കാരായിട്ട് വന്നു എന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എന്ത് ചെയ്യും? 4, 5 ആൾക്കാർ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഒരു ലേലം വിളി പോലെ ഒരു ഓപ്ഷൻ സംഘടിപ്പിക്കും. ഇങ്ങനെയാണ് സാധാരണ എല്ലാ ചിട്ടികളും ഇങ്ങനെ ഓപ്ഷൻ സംഘടിപ്പിക്കും. ഈ ഓപ്ഷൻ സംഘടിപ്പിക്കുന്ന പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇതിൽ 50,000 രൂപയാണ് ചിട്ടി. അപ്പോൾ 50,000 രൂപയിൽ അയാൾക്ക് 5% കമ്മീഷൻ കൊടുക്കണം. അപ്പോൾ 2,500 കമ്മീഷൻ കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് ബാലൻസ് വരുന്ന തുക മുതൽ എത്ര ശതമാനം വരെ താത്തി വിളിക്കാമെന്നുള്ളൊരു സീലിംഗ് വയ്ക്കും. ഉദാഹരണം പറഞ്ഞാൽ 30% വരെ താത്തി വിളിക്കാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു സീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 47,500 തുടങ്ങിയിട്ട് നമുക്ക് എത്ര വരെ? 35,000 രൂപ വരെ താത്തി വിളിക്കാം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു? ആ ഓപ്ഷൻ ആരംഭിച്ചു. അപ്പോൾ അതിൽ 2 പേര്, ഇത് ഓപ്ഷൻ ചെയ്ത് 2 പേര് 35,000 രൂപയ്ക്ക് വിളി വന്നു. അപ്പോൾ 2 പേർക്ക് 35,000 കിട്ടിയ 2 പേര് എടുത്തോളാം എന്നുള്ള സ്ഥിതി വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ 2 പേര് വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ഓപ്ഷൻ ഇനി പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ 2 പേരിൽ നിന്നും ഒരാളെ നറുക്കിട്ട് നമ്മൾ തിരഞ്ഞെടുക്കും. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് 35,000 രൂപ അപ്പോൾ കൊടുക്കാം എന്ന് തീരുമാനിക്കുകയാണ്. അതായത് ജനുവരി മാസം ചിട്ടി തുടങ്ങി. അപ്പോൾ അന്ന് കളക്ട് ചെയ്ത എമൗണ്ട് ഈ ചിട്ടി നടത്തുന്ന ആൾ കയ്യിൽ വെക്കുന്നു. എന്നിട്ട് ജനുവരി മാസം നറുക്കെടുക്കുന്നു. എന്നിട്ട് നറുക്കെടുത്ത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി മാസമായിരിക്കും ഈ എമൗണ്ട് അയാൾക്ക് കൊടുക്കുന്നത്. പലതരത്തിലുള്ള ചിട്ടികളുണ്ട്. ഇപ്പോൾ ചില ചിട്ടികൾ ജനുവരി മാസം നറുക്കെടുത്താൽ ജനുവരി മാസം തന്നെ കൊടുക്കുന്നു. അതല്ലെങ്കിൽ ചിലപ്പോൾ ജനുവരി മാസം നറുക്കെടുക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫെബ്രുവരിയിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ചിട്ടി സമ്പ്രദായങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചിട്ടിയിൽ ജനുവരി മാസം നറുക്കെടുത്തിട്ട് നമ്മൾ ഫെബ്രുവരിയിലാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഫെബ്രുവരി മാസം ഓരോരുത്തരും എത്ര എമൗണ്ട് വെച്ച് കൊണ്ടുവരണം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം, വിളിച്ചെടുത്ത ആൾക്ക് കൊടുക്കേണ്ടത് 35,000 രൂപയാണ്. അപ്പോൾ അതുപോലെ ഈ നടത്തിപ്പുകാരന് കിട്ടേണ്ടത് എത്രയാണ്? 5%. അതായത് ആ ടോട്ടൽ 50,000 രൂപയുടെ 5%. അപ്പോൾ ടോട്ടൽ എത്ര എമൗണ്ട് വരും നമുക്ക് നോക്കാം. 35,000 പ്ലസ് 5% ഓഫ് 50,000 എന്ന് പറഞ്ഞാൽ 2,500 രൂപ. അപ്പോൾ 35,000 പ്ലസ് 2,500 പറയുമ്പോൾ 37,500 രൂപ. ഈ 37,500-നെ ടോട്ടൽ നമ്പേഴ്സ് എത്രയാണ്? 50 പേരല്ലേ? 50 പേരുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരാൾ കൊണ്ടുവരേണ്ട തുക എന്ന് പറയുന്നത് 750 രൂപയാണ്. അപ്പോൾ നമ്മളുടെ ഫിക്സഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 1000 രൂപയായിരുന്നു. പക്ഷേ ആ ചിട്ടിയുടെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞ സമയത്ത് ആവശ്യക്കാർ കൂടി വന്ന സമയത്ത് അതിലൊരു ഓപ്ഷൻ വന്നു. അങ്ങനെ ഓപ്ഷനിൽ നിന്നും ഡിറൈവ് ചെയ്ത ആ എമൗണ്ട് വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയ സമയത്ത് 750 രൂപയാണ് ഒരാൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഫെബ്രുവരി മാസത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരാൾക്ക് 1000 രൂപ കൊണ്ടുവരേണ്ട, 750 കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അങ്ങനെ വരുന്ന തുക 35,000 രൂപ ആവശ്യക്കാരന് കൊടുക്കുന്നു. 2,500 രൂപ ആരെടുക്കുന്നു? ഈ നടത്തിപ്പുകാരൻ എക്സ് എന്ന് പറഞ്ഞ ആളെടുക്കുന്നു. അപ്പോൾ ആദ്യം കൊണ്ടുവന്ന തുക 50,000 രൂപ എന്ന് പറയുന്നത് ഈ നടത്തിപ്പുകാരൻ്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ ഇനി ഫെബ്രുവരി മാസത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരാളെ തിരഞ്ഞെടുക്കണം. അപ്പോൾ ആ മാസം എന്ത് ചെയ്തു? അപ്പോൾ ആ മാസം നമുക്കൊരു 45,000 രൂപയാണ് ഈ ആവശ്യക്കാരന് കൊടുക്കേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ മാർച്ച് മാസത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എത്ര കൊണ്ടുവരണമെന്ന് നമുക്ക് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതായത് 45,000 രൂപ അയാൾക്ക് കൊടുക്കേണ്ട എമൗണ്ട് പ്ലസ് ആ സ്ഥലമായിട്ടുള്ള എമൗണ്ട് 50,000 രൂപ, അതിൻ്റെ 5% കൊണ്ട് 2,500 രൂപ. അപ്പോൾ 45,000 പ്ലസ് 2,500 എന്ന് പറയുമ്പോൾ 47,500 രൂപ. ഈ 47,500 രൂപേനെ എന്ത് ചെയ്യണം? നമ്മൾ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന തുക എത്രയാണ്? 950 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായോ? ഇപ്പോൾ അതായത് ആദ്യം നമ്മൾ 1000 രൂപ വെച്ച് കൊണ്ടുവരേണ്ട ഒരു സമ്പ്രദായം സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ആ സ്ഥല എമൗണ്ട് എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ ഒരു നെഗോഷിയേറ്റിൻ്റെ അവസരം വന്നു. അങ്ങനെ ഓപ്ഷൻ വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ എന്താണ്, നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട എമൗണ്ട് താഴുകയും നമുക്കൊരു ഡിസ്കൗണ്ട് ലഭിക്കും. അങ്ങനെ ആദ്യത്തെ മാസം 750 ആയി. രണ്ടാമത്തെ മാസം എത്രയാണ്? അതിൽ കൂടുതൽ തുകയാണ് പോയത്. അപ്പോൾ 900 രൂപ 950 രൂപ വെച്ച് നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ ഇങ്ങനെ 50 മാസവും ഈ വിളി എന്ത് ചെയ്യും? തുടർന്ന് പോകും. അപ്പോൾ ഓരോ മാസത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എന്തായിരിക്കും? ഓരോ മാസം ഇൻസ്റ്റാൾമെൻറ്റ് വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചിട്ടി നമ്മൾ ചേർന്ന് കഴിഞ്ഞാലും ഈ കമ്മിറ്റ് ചെയ്യുന്ന തുക ആയിരിക്കണമെന്നില്ല
എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കൊടുക്കേണ്ടി വരുന്നു. പക്ഷേ മാക്സിമം എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഈ 1000 രൂപയായിരിക്കും. ഇപ്പോൾ ഓപ്ഷൻ ഒന്നും ഇല്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സംഭവിക്കുക, ഓപ്ഷൻ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നറുക്കെടുത്ത ഒരാൾക്ക് കിട്ടി. അപ്പോൾ 5% കഴിഞ്ഞ് വരുന്ന തുക മുഴുവനായിട്ട് ആ മെമ്പർക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 1000 രൂപ എല്ലാ മാസവും കൃത്യമായിട്ട് കൊണ്ടുവരേണ്ടത്. എന്ന് പറഞ്ഞാൽ 1000 × 50 എന്ന് പറയുമ്പോൾ 50,000 രൂപ. അതിൻ്റെ 5% എന്ന് പറയുമ്പോൾ 2500 രൂപയായി. ഈ 50,000-ന് 2500 കുറച്ച് കഴിയുമ്പോൾ ബാലൻസ് വരുന്ന തുകയാണ് 47,500. അപ്പോൾ ഈ 47,500 ഈ പറഞ്ഞ ഒരു മെമ്പർക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എത്ര സ്ഥലം നമ്മൾ കളക്ട് ചെയ്യണം, 50,000 കളക്ട് ചെയ്യണം. അപ്പോൾ ആ 50,000 എന്ന് പറയുന്നതിനെ നമ്മൾ 50 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 1000 രൂപ ഓരോരുത്തർക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അടയ്ക്കുന്ന തുക എന്ന് പറയുന്നത് 1000 രൂപയ്ക്കാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിലും ഓരോ മാസവും അതിൻ്റെ ഓരോ മെമ്പേഴ്സ് വിളിച്ചെടുക്കുന്നതും ഓരോ ആളുകളുടെ ആവശ്യമനുസരിച്ചും നമ്മൾ അടയ്ക്കേണ്ട തുകയിൽ വ്യത്യാസം വരും. ഞാൻ ഈ മുൻപ് പറഞ്ഞ കാൽക്കുലേഷൻ വെച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി ചിട്ടികളെ പറ്റിയിട്ട് നമുക്കെല്ലാം ഏകദേശം നമുക്കൊരു ധാരണ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഇനി ആളുകൾക്കുള്ളൊരു സംശയം എന്ന് പറയുന്നത് ചിട്ടി എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ചിട്ടി നമുക്ക് ലോൺ എടുക്കുന്നതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മുകളിൽ പറഞ്ഞൊരു കാൽക്കുലേഷൻ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ 50 മാസം കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണക്കാക്കാൻ പറ്റും. പക്ഷെ എന്നാൽ ഈ ആക്ച്വൽ ആയിട്ടുള്ള കേസ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ഓരോ മാസം വിളിച്ചു പോകുന്ന തുകയും നമ്മൾ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വേണം പോകാൻ. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ നമ്മൾ മുകളിൽ പറഞ്ഞ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ 30% ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് എല്ലാ മാസവും വിളിച്ചു പോകുന്നതെങ്കിൽ, ഇപ്പോൾ ആദ്യ മാസം നിങ്ങൾക്ക് ഈ തുക ലഭിക്കുകയും ചെയ്താൽ, അതായത് എല്ലാ മാസവും 30% ഡിസ്കൗണ്ട് വിളിച്ചു പോകുന്നു, നിങ്ങൾക്കാണ് ആദ്യമായിട്ട് ഈ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുന്നത് എന്ന് വിചാരിക്കുക. കാരണം അങ്ങനെ ഒരിക്കലും നടക്കണമെന്ന് ഒരു നിർബന്ധമില്ല. മാത്രമല്ല ഈ ചിട്ടി നിങ്ങൾക്ക് വിളിച്ചു കിട്ടിയാൽ എന്താ പറയുക, കൊളാറ്ററൽ സെക്യൂരിറ്റി അതൊരു അത്യാവശ്യ ഘടകമാണ് ഇപ്പം ചിട്ടിയിൽ. കാരണം കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ ഇത്തരം വലിയ എമൗണ്ട് സാധാരണ ചിട്ടികൾ ഇപ്പോൾ റിലീസ് ചെയ്യില്ല. അപ്പോൾ ഈ കൊളാറ്ററൽ സെക്യൂരിറ്റി വെച്ച് ലോണിന് പകരം ചിട്ടി എടുക്കണോ എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് ആലോചിക്കുക. കാരണം കൊളാറ്ററൽ സെക്യൂരിറ്റി വെച്ചിട്ട് നമുക്ക് ചിട്ടി എടുക്കണമെങ്കിൽ മറ്റു ലോണുകളും കൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ എന്ത് ചെയ്യാം, ഒരു എക്സ്പെർട്ടിനെ അപ്രോച്ച് ചെയ്തിട്ട് ഈ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഈ പറഞ്ഞ എത്രയാണ് ഏകദേശം എമൗണ്ട് വരുന്നത്, ഇപ്പോൾ ചിട്ടി നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടിയാലും ഒക്കെ അതൊരു കാൽക്കുലേഷൻ അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇതല്ലാതെ വേറെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരങ്ങൾ ഞങ്ങൾ തരുന്നതായിരിക്കും. കാരണം നമ്മൾ ലോണിന് പകരം നമ്മൾ ഒരു ചിട്ടീനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ ചിട്ടിയിൽ നമ്മൾ അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്ന് പറയുന്നതും നമുക്ക് കിട്ടുന്ന തുകയും വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ കാൽക്കുലേഷൻ നടത്തി മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, നമ്മൾ ലോൺ എടുക്കാവുള്ളൂ. പിന്നെ പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ലോൺ എടുക്കുന്നതിന് പകരം നമ്മൾ ചിട്ടി എടുക്കുന്ന ഒരു കാര്യം. പിന്നെ അത് മാത്രമല്ല, പലരും ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മൾ ആദ്യം തന്നെ ചിട്ടി വിളിച്ചെടുത്തിട്ട് നമ്മൾ ആ എമൗണ്ട് ഒരു FD ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് മാസം FD ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ആ ചിട്ടി അടയ്ക്കാനുള്ള തുക നമുക്ക് അതിൽ നിന്ന് കിട്ടില്ലേ എന്ന് പല ആളുകളും ചിന്തിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഉദാഹരണം നമുക്ക് നോക്കാം. അതായത് 35,000 രൂപ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ നമുക്ക് 35,000 രൂപ നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നു. അപ്പോൾ ഈ 30,000 ആണല്ലോ നമ്മൾ FD ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ 30,000 FD ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൊല്ലം ഒരു 7% ഇൻട്രസ്റ്റ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എത്രയാണ്, ഒരു 2,450 രൂപയാണ് ഒരു കൊല്ലം കിട്ടുന്നത്. അതായത് 30,000 രൂപയുടെ 7%. അപ്പോൾ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഒരു മാസം കിട്ടുന്ന എമൗണ്ട് എത്രയാണ്, 204 രൂപയാണ് നമുക്ക് ഏകദേശം കിട്ടുന്നത്. ചിട്ടിയുടെ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്, 750 രൂപ മുതൽ 1000 രൂപ വരെയാണ് ഒരു മാസം ചിട്ടിയുടെ ഇൻസ്റ്റാൾമെൻറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചിട്ടി വിളിച്ച് FD ഇട്ടിട്ട് ചിട്ടി നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുമോ എന്നുള്ളത്. കാരണം വളരെ നോമിനലായിട്ട് എമൗണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാനായിട്ട് ഈ പറഞ്ഞ FDയുടെ ഇൻട്രസ്റ്റ് നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചിട്ടി എന്ന് പറഞ്ഞൊരു സംവിധാനത്തിനെ അന്ധമായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാതെ വേറൊരു ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്നതിന് പകരം ചിട്ടി പറ്റുമെന്നൊക്കെ നമ്മൾ അന്ധമായിട്ട് വിശ്വസിച്ച് നമ്മൾ പോവാതിരിക്കുക. വ്യക്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു തീരുമാനം എടുക്കുക. അടുത്തൊരു ഡൗട്ട് എന്ന് പറയുന്നതാണ്, നിങ്ങൾക്ക് ചിട്ടി നമുക്ക് എന്താണ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ഈ ഒരു കാരണവും നമുക്കൊരു മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഉദാഹരണം വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. ഒരു മാസം നിങ്ങൾ എത്രയാണ്, ഒരു ആവറേജ് 800 രൂപയാണ് അടച്ചെന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡിസ്കൗണ്ടിലൊക്കെ വെളി പോയിട്ട് നിങ്ങൾക്ക് വരുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 800 രൂപയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം അടച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് അടയ്ക്കേണ്ടി വരിക, 50 മാസം നിങ്ങൾക്ക് 40,000 രൂപ നമുക്ക് അടയ്ക്കേണ്ടി വരും. നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്, 47,500 രൂപയാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക.
അപ്പോൾ 50 മാസം എന്ന് പറഞ്ഞാൽ എത്ര സമയം എടുക്കും? ഏകദേശം 4 വർഷത്തിൽ കൂടുതൽ എടുക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ 47,500 രൂപ നിങ്ങൾക്ക് കിട്ടി, നമ്മൾ അടച്ചത് 40,000 രൂപയാണ് അടച്ചത് അല്ലേ? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുമ്പോൾ 40,000 രൂപ നമ്മൾ അടയ്ക്കുന്നത്. അപ്പോൾ 7,500 രൂപയാണ് നിങ്ങൾക്ക് എത്തുന്നത്, ആകെ കിട്ടുന്ന പ്രോഫിറ്റ്. അപ്പം 4 വർഷം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ 7,500 റുപ്പീസാണ്. അപ്പം നമ്മൾ ഈ എമൗണ്ടിനെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 4.7 മുതൽ 4.8%. അപ്പോൾ ഏകദേശം ഈ പറഞ്ഞ ഈ കണക്ക് നമ്മൾ എന്താ പറയുക, എല്ലാ മാസവും 800 രൂപ വെച്ച് അടയ്ക്കേണ്ടി വന്നാൽ മാത്രമാണ് ഈ ശതമാനത്തിലുള്ളത് കിട്ടുള്ളൂ. അപ്പോൾ കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റ് വീണ്ടും കുറയും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു കൊല്ലം നമുക്ക് 4.5 അല്ലെങ്കിൽ 4.67% മാത്രമാണ് നമുക്ക് ചിട്ടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം. നമ്മൾ മുതൽ ഇൻവെസ്റ്റ് ചെയ്ത് ഏറ്റവും അവസാനമാണ് നമ്മൾ ചിട്ടി വിളിച്ചെടുത്തിരിക്കുന്നതെങ്കിൽ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതൊരു ഈ 4.5% 5% റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ ചിട്ടി ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുക. പണ്ട് കാലത്ത് ചിട്ടികളുടെ ഉപയോഗം എന്ന് പറയുന്നത്, നമ്മൾ മലയാളികൾക്ക് ചിട്ടി എന്ന് പറയുന്നത് ഒരു സാമ്പത്തികമായിട്ടുള്ള സംസ്കാരമായിരുന്നു അല്ലേ? അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളായിട്ടുള്ള ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അല്ലെങ്കിൽ നമ്മളുടെ മക്കളുടെ വിവാഹം, വിദ്യാഭ്യാസം, ഇപ്പം നമ്മുടെ ഒരു വാഹനം തുടങ്ങിയ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യങ്ങൾ അതിജീവിക്കാനുള്ളൊരു സാമ്പത്തിക രീതിയായിരുന്നു ചിട്ടി എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ ഇന്ന് കാലം വളരെയധികം മാറി. നൂതനമായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ, ഇൻവെസ്റ്റ്മെൻറ്റ് സംവിധാനങ്ങൾ, പുതിയ സാമ്പത്തിക മേഖലകളൊക്കെ നിലവിൽ വന്നു. അപ്പം ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും ഈ ചിട്ടിയിൽ വിശ്വാസം അർപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അത് ഏറ്റവും വ്യക്തമായിട്ട് ആളുകൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ? വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല, അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നു. പിന്നെ അത് മാത്രമല്ല, എങ്ങനെയാണ് ഇത് കണക്കുകളും കാര്യങ്ങളും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അത് മാത്രമല്ല, അതിൽ നഷ്ടസാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ചിട്ടി നമ്മുടെ അടയ്ക്കുന്ന പൈസ എന്ന് പറയുന്നത് നഷ്ടപ്പെടില്ല, കാരണം അതെന്തായാലും തിരിച്ചു കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ. പിന്നെ അത് മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ്, അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. പിന്നെ അത് മാത്രമല്ല, ഈ പണത്തിൻ്റെ ലഭ്യത ചിട്ടികളിൽ വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ നമുക്ക് പൈസ നമുക്ക് പെട്ടെന്ന് കിട്ടും എന്നുള്ളൊരു ധാരണ, ഒരു ബോധ്യം നമുക്കുണ്ട്. അത് മാത്രമല്ല, സമയബന്ധിതമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ചിട്ടി കൊണ്ട് സാധിക്കാൻ പറ്റും. ഇപ്പോൾ ചില ചിട്ടികളിൽ ഇങ്ങനെയാണ്, അതായത് 1ാമത്തെ മാസം തന്നെ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഏത് മാസമാണ് നമുക്ക് പൈസ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ കൊണ്ടാണ് ജനങ്ങൾ ചിട്ടിയെ ഇപ്പോഴും സമീപിക്കുന്നത്. എന്നാൽ അടിസ്ഥാനപരമായിട്ട് ആവശ്യങ്ങൾക്ക് ചിട്ടിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് നിങ്ങൾ ഇന്നത്തെ കാലത്ത് അത് തിരഞ്ഞെടുക്കാൻ പറ്റുമോ എന്ന് കൂടെ നിങ്ങൾ ചിന്തിക്കണം. കാരണം പണ്ട് കാലങ്ങളിൽ എന്താണ്, വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. കാരണം പണ്ട് കാലങ്ങളിൽ ഈ ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ, സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചിട്ടി എന്താണ്, വളരെ പ്രയോജനകരമായിരുന്നു. പക്ഷെ എന്നാൽ ഇന്ന് നമുക്ക് ചിട്ടി എന്ന് പറയുന്നൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലോണായിട്ടോ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കാനായിട്ട് ഒരു ശ്രമം നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എന്ത് സഹായത്തിനും, നിങ്ങൾ എന്ത് സംശയങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള ഉത്തരം തരാനായിട്ട് ഞങ്ങൾ സന്നദ്ധരാണ്, ഞങ്ങൾ തൽപരരാണ്. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.